ശക്തിയുടെ പ്രതിരൂപങ്ങളുമായി കൈകോർത്താൽ താൽക്കാലിക ലാഭവും അധികാരവുമൊക്കെ കൈയാളാൻ സാധിക്കുമെങ്കിലും അവരെല്ലാം കാലാന്തരത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ളത് കനത്ത തിരിച്ചടികൾ തന്നെയാണ്. ധാരണകൾ അനുസരിച്ചുള്ള പങ്ക് കച്ചവടം അവസാനിച്ചാലും വിട്ടുപോകാത്ത ഈ പ്രതിലോമ ശക്തികൾ സഹായം ചെയ്തവനെയും കൈകോർത്തവനെയും എല്ലാം തകർത്ത് നാടിനെയും നഗരത്തെയും മുടിച്ച് മാനവ സംസ്കാരത്തിൻ്റെ നല്ല വശങ്ങളെയെല്ലാം ഇല്ലാതാക്കിയിട്ട് മാത്രമേ പിന്മാറുകയുള്ളൂ. അത്തരമൊരു ദുരവസ്ഥയിലേക്ക് ഇപ്പോൾ യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ കൂപ്പുകുത്തി വീണിരിക്കുകയാണ്. കാരണം ജീവിക്കാനുള്ള അരഗതിയും പരഗതിയും ഇല്ലാതെ തലചായ്ക്കാൻ അല്പം ഇടം മാത്രം ചോദിച്ചുകൊണ്ട് കെഞ്ചിക്കേണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും സിറിയയിൽ നിന്നും അൾജീരിയയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമെല്ലാം ശരണം തേടി പാഞ്ഞു വന്നവരെയെല്ലാം ഇപ്പോൾ യൂറോപ്യന്മാരുടെ സ്വൈര്യ ജീവിതത്തെ മുച്ചൂടും മുടിക്കുന്ന തരത്തിലേക്ക് യൂറോപ്പിനെ കുരുതിക്കളമാക്കി മാറ്റിയിരിക്കുന്ന കാഴ്ചകളാണ് യൂറോപ്പിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദിനംപ്രതി. മനുഷ്യസ്നേഹികളും ഉദാരമതികളുമായ യൂറോപ്യന്മാരുടെ നെഞ്ചിലേക്ക് മതതീവ്രവാദത്തിൻ്റെ വിഷം പുരട്ടിയ കഠാര കുത്തിയിറക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഫ്രാൻസ്, ജർമ്മനി അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ ഇസ്ലാമിക തീവ്രവാദികൾ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത്. സമാധാനപൂർണമായ ജീവിതത്തിന് പേരുകേട്ട യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണം ഇല്ലാത്ത ഒരു ദിവസം പോലുമില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണങ്ങൾക്കെല്ലാം മൂലകാരണം എന്നവണ്ണമായിരിക്കാം വെട്ടിയും കുത്തിയും വണ്ടി കയറ്റിയും മനുഷ്യജീവനെ കൊത്തിപ്പറിച്ചെടുക്കുമ്പോൾ ഉന്മാദത്തോടെ ഇവർ ആർത്തു വിളിക്കുന്ന പദങ്ങൾ. അതിപ്പോൾ ഇത്തിരിയില്ലാത്ത പൊടിക്കുഞ്ഞുങ്ങളെ പോലും പച്ചയ്ക്ക് കൊന്നു തള്ളുമ്പോഴും ഇതേ വാക്കുകൾ തന്നെയാണ് ഇവർ വിളിച്ചു പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ വസ്തുത. യൂറോപ്യൻ രാജ്യങ്ങളെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയിരിക്കുന്ന കത്തിയാക്രമണത്തിൻ്റെ ഭീകരമായ ഒരു രംഗം ഇപ്പോൾ അരങ്ങേറിയത് ഫ്രാൻസിലായിരുന്നു. കിഴക്കൻ ഫ്രാൻസിലെ ഒരു ടൗൺ മാർക്കറ്റിലായിരുന്നു കൊലക്കത്തിയുമായി പാഞ്ഞെത്തിയ ഇസ്ലാമിക തീവ്രവാദി ആക്രമണം അഴിച്ചുവിട്ടത്. ഈ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇസ്ലാമിക മത തീവ്രവാദം തലയ്ക്ക് പിടിച്ച ഭീകരൻ അല്ലാഹു അക്ബർ എന്ന് ആർത്ത് വിളിച്ച് കണ്ണിൽ കണ്ടവരെയെല്ലാം ആക്രമിച്ചപ്പോൾ ഇയാളെ അനുനയിപ്പിക്കാനെത്തിയ നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഇയാൾ കുത്തി പരിക്കേൽപ്പിക്കുകയുണ്ടായി. 2 പോലീസുകാർ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സ തേടിയിരിക്കുകയാണിപ്പോൾ. ഇസ്ലാമിക തീവ്രവാദത്തെയും തീവ്രവാദികളെയും പിന്തുണച്ചതിന് പോലീസ് നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന പ്രതിയാണ് ഈ ആക്രമണം നടത്തിയത്. ഈ കത്തി ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ഇത് കൃത്യമായ ഇസ്ലാമിക ഭീകരപ്രവർത്തനം തന്നെയാണ് എന്നും ഒരു തരത്തിലുമുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളെയും ഫ്രാൻസിൽ വെച്ച് പൊറുപ്പിക്കില്ല എന്നും ഇപ്പോൾ ഊന്നി പറഞ്ഞിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ജർമ്മനിയിലെ ബെർലിനിലെ ഹോളോകോസ്റ്റ് സ്മാരക സ്ഥലത്ത് 19കാരനായ സിറിയക്കാരൻ സ്പാനിഷ് വിനോദസഞ്ചാരിയെ കുത്തിക്കൊന്നതും നടുക്കത്തോടെയാണ് ലോകം കേട്ടത്. അതും ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഫലമായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്പെയിനിൽ നിന്ന് ഹോളോകോസ്റ്റ് സ്മാരകം സന്ദർശിക്കാനെത്തിയ ടൂറിസ്റ്റിനെ കുത്തിക്കൊന്നതിന് ശേഷം രക്ഷപ്പെട്ട സിറിയക്കാരനായ പ്രതിയെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പോലീസ് പിടികൂടുകയായിരുന്നു. പിടിയിലാകുമ്പോൾ ഇയാളുടെ കയ്യിലും വസ്ത്രങ്ങളിലുമെല്ലാം കൊല്ലപ്പെട്ട ആ സ്പാനിഷ് പൗരൻ്റെ രക്തം പുരണ്ടിട്ടുണ്ടായിരുന്നു. പുതുവർഷം ആരംഭിച്ചിട്ട് ഇന്ന് ഇതുവരെ അതിശക്തമായ ഭീകരാക്രമണങ്ങളാണ് യൂറോപ്പിലെ ഓരോ രാജ്യങ്ങളിലും നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭീകരരുടെ പിടിയിലായിരിക്കുന്ന ജർമ്മനിയിലും ഫ്രാൻസിലും അവിടെ ഭരിക്കുന്ന ഇടത് സ്വതന്ത്രവാദികൾ തന്നെയാണ് ഈ തിന്മയുടെ ശക്തികളെ കെട്ടഴിച്ചു വിട്ടേക്കുന്നത്. ഇസ്ലാമിക ഭീകരതയെ കരുതിയിരിക്കാനും അതിനെതിരെ ജാഗ്രതയെടുക്കാനുമുള്ള മുന്നറിയിപ്പുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇടത് സ്വതന്ത്ര ഇസ്ലാമിക നിലപാടുകളിൽ ഊന്നി കനത്ത ഔദാര്യങ്ങളുമായി ഇസ്ലാമിക കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിച്ചവരൊക്കെ ഇപ്പോൾ തീവ്രവാദികളുടെ കൊലക്കത്തി തങ്ങളുടെ നെഞ്ചിൽ കയറുന്നത് എപ്പോഴാണ് എന്നറിയാതെ ചങ്കിടിപ്പോടെ പരക്കം പായുന്ന രംഗങ്ങളാണ് യൂറോപ്പിൽ നിന്നുള്ള ഓരോ റിപ്പോർട്ടുകളിലൂടെയും ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയത്ത് ജർമ്മനിയിലും ഫ്രാൻസിലും കത്തിപ്പിശാചുകളുടെ കൊലയാട്ടങ്ങൾ നടന്നതിനാൽ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും കർശനമായ നിരീക്ഷണങ്ങൾക്ക് ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ഇപ്പോഴത്തെ ചൂടൊന്ന് ആറുമ്പോൾ ലെഫ്റ്റ് ലിബറൽ നേതൃത്വം ഇവരുടെ കോളിൽ കൈയിട്ട് രംഗത്ത് വരും. പിന്നാലെ കഠാരയും ഇടിവണ്ടിയും ബോംബും തോക്കുമൊക്കെയായി തദ്ദേശീയ പൗരന്മാരുടെ വിലപ്പെട്ട ജീവന് വീണ്ടും വില പറയാൻ തീവ്രവാദികൾ കളത്തിൽ ഇറങ്ങുകയും ചെയ്യും. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് കൊളുത്തിവിട്ട ക്രൈസ്തവീകതയിലും മൂല്യങ്ങളിലും ഊന്നിയ അതിശക്തമായ കുടിയേറ്റ വിരുദ്ധ നീക്കങ്ങളിലേക്ക് യൂറോപ്പിലെ
ക്രൈസ്തവ രാഷ്ട്രങ്ങൾ എത്തിച്ചേർന്നില്ല എങ്കിൽ ഇനി അവരെ രക്ഷിക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉറപ്പാണ്. ഇനിയും തീവ്രവാദം അവിടെ നടമാടുക തന്നെ ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.